അസ്സലാമലൈക്കും. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വഴുതനങ്ങ തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു വഴുതന തോരൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ വഴുതനങ്ങയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നീളത്തിലും സ്ക്വയറും ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂടെ ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു സവാള ഇതിനകത്തേക്ക് അരിഞ്ഞിടാം. സവാള ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും കൂടെ പൊട്ടിച്ചും ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. മുട്ടയും ഉള്ളി എല്ലാം പാടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചിക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയും വഴുതനങ്ങയും എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അടച്ച് വെച്ച് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരണവരെ എല്ലാവർക്കും താങ്ക് യു.